വന്നല്ലോ. നീയോ? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലോ, അദ്ദേഹം തന്നെയാണ് മുൻകൈ എടുത്ത് വീടുകളൊക്കെ വെച്ച് കുറെ പേർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ വീടുകൾ എന്നൊക്കെ പറയുന്നത് ഏറ്റവും അതിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ എല്ലാ സാങ്കേതിക കാര്യങ്ങളിലും ഒക്കെ അങ്ങേയറ്റത്തെ മികച്ച ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത് സെയിൻറ്റ് ഗോബെയിൻ എന്ന ഇറക്കുമതി ചെയ്യുന്ന ഗ്ലാസ് ആണ് എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. സെയിൻറ്റ് ഗോബെയിൻ എന്ന ഇറക്കുമതി ചെയ്യുന്ന ഗ്ലാസ് ആണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അത് വലിയ വില കൂടിയതാണ്. സാധാരണ ധനാട്യര് പോലും അവരുടെ വീടുകളിൽ അത് വെക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയണം. ദിവസക്കൂലി 500 രൂപ. അദ്ദേഹം അത് നിഷ്കർഷിച്ചു. കാരണം ആ ലെവലിലാണ് അദ്ദേഹം. അത്രയ്ക്ക് കാഴ്ചപ്പാടുണ്ട് ആ മനുഷ്യനെ. ഇപ്പോഴാ വീടിന്റെ മാർക്കറ്റ് വില എത്രയാ അറിയാവോ? പണം എനിക്കൊരു പ്രശ്നമല്ല. നല്ല നിലയിൽ പഠിപ്പിക്കാൻ അയച്ചത്, അതും കൂടി ഓർക്കണം. സ്വാശ്രയ കോളേജുകളിൽ തന്നെ പഠിപ്പിച്ചു. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വാശ്രയ കോളേജ് മാത്രമല്ല, എല്ലായിടത്തും പഠിപ്പിച്ചു, വിദേശത്തും വിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കോളേജുകളിൽ തന്നെ പഠിപ്പിച്ചു. സാധാരണ കണ്ണൂരുകാർക്ക് തോന്നാത്ത ഒരു കാര്യം, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറം നിനക്ക് വേണം. പിണറായി വിജയന്റെ ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്, ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സിറ്റുവേഷനായിട്ടൊരു ബന്ധമില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഫിയർ കോംപ്ലക്സ് ഉണ്ട്. ആക്രമണ ഭീഷണിയിലൂടെ വളർന്നുകൊണ്ടായിരിക്കണം. എല്ലാത്തിനും ഒരു പേടിയുണ്ട്.